ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആഡം ജോൺ കടുവ എന്നൊക്കെ പറയുന്ന സിനിമ ഒക്കെ റൈറ്റ് ചെയ്തിട്ടുള്ള ജിനുവി അബ്രഹാം റൈറ്റ് ചെയ്ത് നവാഗതനായിട്ടുള്ള ഡാർവിൻ കുര്യാക്കോസ് ടൊവിനോ തോമസിനെ നായകനാക്കിയിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് അന്വേഷിപ്പിന് കണ്ടെത്തുന്നു പറഞ്ഞത്. സിനിമ എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയാനായിട്ട് മുമ്പായിട്ട് ഈ സിനിമയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അനുഭവം പറയാമെന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഈ ഒരു സിനിമ നടക്കുന്ന കാലഘട്ടം നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. 1990-93 കാലഘട്ടമൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന പോലുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ കുറ്റകൃത്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇന്ന് കാണുന്ന പോലെ അത്ര അഡ്വാൻസ്ഡ് അല്ല. കാരണം കുറ്റവാളികൾക്ക് കുറേയധികം ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്, കുറേ ക്രൈമുകൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. സോ ആ ഒരു സംഭവത്തിനുള്ളിൽ നിന്ന് പോകുന്ന ഒരു കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വളരെ ഫ്ലാറ്റായിട്ട് പോകുന്ന കേസുകൾ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് തോന്നാമെന്നുണ്ടെങ്കിൽ പോലും അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൻ്റെ മേക്കിംഗ് കൊണ്ടും അതെങ്ങനെ കാണിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ രസകരമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ആംഗിളിലൂടെ പണ്ട് കാലത്തെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, സോ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന പല ത്രില്ലർ സിനിമകളൊക്കെ ആയിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ സിമ്പിളായി പോയല്ലോ, ഇതെന്ത് ഇങ്ങനെയായത് എന്നുള്ള ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം. അത് നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്തരം ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ ഈ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണാനായിട്ട് മുമ്പ് മനസ്സിലാക്കണം, ഇതൊരു പഴയ കാലഘട്ടത്തിലെ കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ, വലിയ ട്വിസ്റ്റുകൾ സംഭവങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സോ ആ ഒരു മൈൻഡിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നതായിട്ട് കാര്യം. ഇനി നമുക്ക് സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ 90-93 കാലഘട്ടത്തിലെ കേസ് അന്വേഷണം കാര്യങ്ങൾ തന്നെയാണ് സിനിമ പ്രധാനമായിട്ടും പറയുന്നത്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആനന്ദ് എന്ന് പറഞ്ഞ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ടൊവിനോയുടെ ക്യാരക്ടറെയാണ്. ഈ സിനിമ മൊത്തത്തിൽ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് അന്വേഷണം മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്തു പോകുന്നത്. അതായത് ഒരു തരത്തിൽ പോലും മറ്റൊരു പേഴ്സണലായിട്ടുള്ള പോലീസുകാരുടെ ജീവിതത്തിലോട്ടോ അതൊന്നും പോവാതെ തന്നെ കേസ് അന്വേഷണം കാര്യങ്ങളായിട്ട് വളരെ എൻഗേജിങ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ടാണ് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ സിനിമ പോകുന്നുണ്ടായിരുന്നത്. വളരെ ഭംഗിയായിട്ടും രസകരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിലൊക്കെ വരുന്നുണ്ടായിരുന്ന ആ സോങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സിനിമയുടെ സംഗീത സംവിധായകൻ നമ്മുടെ തമിഴിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന സന്തോഷ് നാരായണനാണ്. ഇപ്പോൾ ലേറ്റസ്റ്റൊക്കെ അറിയേണ്ടുന്ന ചിത്തേലൊക്കെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മലയാളത്തിൽ ഫുള്ളായിട്ടൊരു മ്യൂസിക് കോമ്പോസിഷൻ സന്തോഷ് നാരായണൻ ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മുഴുനീളം സിനിമയിൽ സൗണ്ട് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ, എസ്പെഷ്യലി ഒരു 90s ബേസ് ചെയ്തിട്ടുള്ള സിനിമ പോകുന്നത് കൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രകടനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ടൊവിനോ തോമസിൻ്റെ തന്നെയാണ്. ഒരുപാട് മറ്റ് ആക്ടേഴ്സ് ഈ സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എടുത്തു പറയത്തക്ക പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ടൊവിനോ തോമസ് തന്നെയായിരുന്നു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുണ്ടായിരുന്നത്. കോട്ടയം നസീർ, അസീസ്, ബാബുരാജ്, ഷമ്മി തിലകൻ എന്നീ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരുടെ വേഷങ്ങളെല്ലാം എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അനിൽ നെടുമങ്ങാട് കുറച്ചധികം കൗണ്ടറുകളും കോമഡികളും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതാണ് കുറച്ചും കൂടി എടുത്തു പറയത്തക്ക സംഭവങ്ങളൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമോഗ്രാഫി കാര്യങ്ങളൊക്കെ കിടിലനായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു 90 കാലഘട്ടത്തിലുള്ള ആ പച്ചപ്പും കാര്യങ്ങളും, അവിടെയുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ, അവിടെയുള്ള വീടുകൾ കാര്യങ്ങളും അതൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ ഒപ്പിയെടുക്കാനായിട്ട് ക്യാമറമാന് സാധിച്ചിട്ടുണ്ട്. ഓൾസോ ഇതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ടത് ആർട്ട് വർക്കും കൂടിയാണ്. 90 കാലഘട്ടത്തിലെ വാഹനങ്ങൾ, അവിടെയുള്ള സ്ഥലങ്ങൾ, പല ആംഗിളിൽ നിന്നുള്ള ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്ന രീതികളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ശരിക്കും ആ ഒരു പഴയ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കരുതി ഫോഴ്സ്ഡ് ആവാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്ന രീതിയിലായിരുന്നു പഴയ കാലഘട്ടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ടോട്ടാലിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ കിടിലൻ ആൻഡ് ത്രില്ലിംഗ് ആൻഡ് എൻഗേജിങ് ആയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഒരു കുറ്റവാളിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലോട്ട് എത്തിക്കുന്ന കുറച്ച് രംഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ഓരോ പോലീസുകാർ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്, ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു ടെൻഷൻ ശരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഇൻ്റർവെൽ ബ്ലോക്കോട് കൂടിയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവെൽ ബ്ലോക്കിനോട് ചേർന്ന് വരുന്ന കുറച്ച് VFX കാര്യങ്ങളൊക്കെ നന്നായിട്ട് തോന്നി. ആ സീൻ വളരെ സിമ്പിളായിട്ട് കാണിച്ചു പോകുന്ന സീനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ VFX കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചത് വളരെ ഭംഗിയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഇത്ര നല്ലതായതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ ഫസ്റ്റ് ഹാഫിനെ കവച്ച് വെക്കുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫിലെ ഒരു ഗംഭീര ക്ലൈമാക്സ് ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വളരെ ഫ്ലാറ്റായിട്ട് സിമ്പിളായിട്ട് അവസാനിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സിന് ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തതായിട്ട് തന്നെ തോന്നിയിരുന്നു. പിന്നെ ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്ത് വെച്ചിട്ട്
സെക്കൻഡ് ഹാഫ് അതെനിക്ക് മേലെ പോയോ എന്നുള്ളത് ഒരു സംശയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ടൊവിനോ തോമസിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ, ഇത് അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന പറഞ്ഞ സിനിമ ഒരു അന്വേഷണത്തിന് ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ മാത്രമല്ല, അന്വേഷകരുടെ കൂടി കഥയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നുണ്ടെങ്കിൽ പോലും ടൊവിനോ തോമസിനെ മാത്രമാണ് സിനിമയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മറ്റ് കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് പോലീസുകാരുടെ കഥകളോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ സിനിമയിൽ കാണിച്ചിരുന്നില്ല. സോ അതെന്തോ ടൊവിനോ തോമസ് പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങളും കോൺട്രഡിക്റ്റ് ആയിട്ട് തോന്നി. അല്ലാത്ത പക്ഷം ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പഴഞ്ചൻ കാലഘട്ടത്തിലെ കേസ് അന്വേഷണം കാര്യങ്ങൾ അത് തന്നെയാണ് ഈ സിനിമയിൽ ഒരു പുതുമ എന്നുള്ളതാണ് തോന്നുന്നുണ്ടായിരുന്നത്. അതൊക്കെ കാണാനും മനസ്സിലാക്കാനും അന്നത്തെ സംവിധാനങ്ങൾ വെച്ചിട്ടുള്ള കേസ് അന്വേഷണങ്ങളും കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. യൂഷ്വൽ ത്രില്ലർ സിനിമകളെ പോലെ തന്നെ ഒരു നായകനെ വലിയ മാസ് പരിവേഷങ്ങളോ കാര്യങ്ങളൊന്നും കാണിക്കാതെ അധികം ആക്ഷൻ സീക്വൻസുകളോ പഞ്ചുഡയലുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ടാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.